അജിത് പവാറിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഓരോ വിമാനാപകടങ്ങളും നടക്കുമ്പോഴും സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, പിന്നെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തുടങ്ങിയ ഏജൻസികളാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോക്പിറ്റിൽ നിന്ന് ഉള്ള സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ ബ്ലാക്ക് ബോക്സ് കിട്ടണം. ഇതാണ് ഒരു വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പോൾ അതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മുടെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആൾ. 6 തവണ തുടർച്ചയായി അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. പൃഥ്വിരാജ് ചൗഹാൻ്റെ കൂടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു, ഉദ്ധവ് താക്കറയുടെ കൂടെയായിരുന്നു, ഏക്നാഥ് ഷിൻഡെയുടെ കൂടെയായിരുന്നു, ഫട്നാവിസിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്തനായ NCPയുടെ നേതാവ് അത് ശരത് പവാറാണ്. ശരത് പവാറിൻ്റെ അനന്തരവനായ അദ്ദേഹം പാർട്ടിയെ പിളർത്തി BJPയുടെ ഒപ്പം വന്നിട്ടാണ് മഹായുതി ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. 41 MLA അജിത് പവാറിൻ്റെ പാർട്ടിയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിശക്തനായ മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ ശരത് പവാറിനെ വെല്ലുവിളിച്ച് പാർട്ടി പിളർത്തി ഔദ്യോഗിക പാർട്ടി തൻ്റേതാണെന്ന് തെളിയിച്ച ആളാണ് അജിത് പവാർ. പവാർ മുമ്പ് 2019 ഈ പറഞ്ഞതുപോലെ BJPയുടെ കൂടെ പോയി രാവിലെ ഉപമുഖ്യമന്ത്രിയായി. അമ്മാവും വിളിച്ചപ്പോൾ ഉടനെ വീണ്ടും NCPയിലേക്ക് തിരിച്ചു പോയൊരു ചരിത്രമൊക്കെ ഉണ്ട്. ഏതായാലും ഇപ്പം ശരത് പവാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അസുഖമായി, രാഷ്ട്രീയ വിശ്രമം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യസഭാ ടൈം കഴിഞ്ഞാൽ ഇനി രാഷ്ട്രീയം വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ പോലെ NCP എന്നുള്ള പാർട്ടി, സുപ്രിയ സൂലെ പവാറിൻ്റെ മകൾ, പിന്നെ അജിത് പവാറിൻ്റെ ബന്ധുക്കൾ, ഇവരൊക്കെ ചേർന്നിട്ടുള്ളൊരു കുടുംബ രാഷ്ട്രീയമാണ് NCP എന്ന് പറയുന്നത്. ഏതായാലും മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ അതികായൻ്റെ ഈ ദുരന്തം ഞെട്ടിച്ചിട്ടുണ്ട്. രാവിലെ 8:10 അദ്ദേഹം ബാരാമതിയിലേക്ക് പോവുകയാണ്. ബാരാമതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകം കൂടിയായ ബാരാമതിയിൽ 4 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനാണ് അജിത് പവാർ പുറപ്പെട്ടത്. അദ്ദേഹം ലിയർ ജെറ്റ് 45 എന്ന് പറയുന്ന സ്വകാര്യ ജെറ്റ് വിമാനത്തിലാണ് യാത്ര ചെയ്തത്. ആ വിമാനം 8:10 മുംബൈയിൽ നിന്ന് ഉയർന്നു. 8:45 തകർന്നു വീണു എന്നാണ് പറയുന്നത്. തകർന്ന് വീഴുമ്പോൾ റൺവേയിൽ നിന്ന് ഏതാണ്ട് 800 അടി ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് വിസിബിലിറ്റി വളരെ കുറവായിരുന്നു, കാഴ്ച കുറവായിരുന്നു എന്ന് പറയുന്നു. കാഴ്ച കുറവെന്ന് പറയുമ്പോൾ സാധാരണ ഈ വിമാനങ്ങൾ ഇറങ്ങാനായിട്ടുള്ള അനുവാദം കൊടുക്കുമ്പോൾ മിനിമം 5 കിലോമീറ്ററെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിലേ ATC എയർ ട്രാഫിക് കൺട്രോൾ അനുമതി കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് ബാരാമതി എയർപോർട്ട് എന്ന് പറയുന്നത് നേരത്തെ റിലയൻസ് നോക്കിക്കൊണ്ടിരുന്ന എയർപോർട്ടാണ്. അവരാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ മഹാരാഷ്ട്ര എയർപോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കയ്യിലുള്ള ഒരു എയർപോർട്ടാണ്. വലിയ വിമാനങ്ങളൊന്നും വരുന്ന അത്ര വലിയ വിപുലമായ വിമാനത്താവളമല്ല. അവിടെ ATC പോലും 2 ഫ്ലൈയിങ് ക്ലബ്ബുകളാണ് നടത്തുന്നത്. ഒന്ന് റെഡ് ബേർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, പിന്നെ കാർവർ ഏവിയേഷൻ. അങ്ങനെ 2 കമ്പനികളാണ് അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ മാനേജ്മെൻറ്റ്. അത് 1-2 ദിവസങ്ങളാണ്. ഇന്നലെ ഇപ്പോൾ ഈ അപകടം നടക്കുന്ന ഇന്ന് ഈ കാർവർ ഏവിയേഷൻ ആയിരുന്നു അവിടെ ATCയുടെ ചുമതല. ATCയുടെ മാനേജരായിട്ടുള്ള പ്രമേഷ് പരീഖിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ വിമാനം വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, കാരണം വിസിബിലിറ്റി കുറവായിരുന്നു. പക്ഷേ വിമാനം തകരുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. പക്ഷേ ഞങ്ങൾക്ക് വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് SOS ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. വിമാനം വളരെ പെട്ടെന്ന് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ 800 അടി മാത്രം ഉയരത്തിലായിരുന്നു വിമാനം. 800 അടി ഉയരം എന്ന് പറയുന്നത് അസാധാരണമൊന്നുമല്ല. വിമാനം ഇറങ്ങാൻ വേണ്ടിയിട്ട് 800 അടിയിൽ 3 ഡിഗ്രി ചെരിവിൽ ഈ വിമാനം ഇറങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. അതിനകത്ത് പറയുന്നത് മിനിമം 5 കിലോമീറ്റർ വിസിബിലിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വിമാനത്തിന് സുരക്ഷിതമായി ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ 3.5 കിലോമീറ്റർ വിസിബിലിറ്റി ആയിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. അതിന് ഇപ്പോൾ പറയുന്ന ഒരു ഭാഷ്യം എന്ന് പറയുന്നത് ATC അനുവദിച്ചാൽ 1.5 കിലോമീറ്റർ ദൂരം മാത്രം വിസിബിലിറ്റി ഉണ്ടെങ്കിലും വിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുവാദം കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 1700 മീറ്ററോ മറ്റോ നീളമുള്ള റൺവേ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം മറ്റ് സാധ്യതകളൊന്നും തള്ളിക്കളയാറായിട്ടില്ല. ഏതായാലും പരിശോധിക്കണം, അതിൻ്റെ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഏതായാലും ഇത് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഓഫീസറായിരുന്ന വിനോദ് ജാവേദ് ഉണ്ടായിരുന്നു, പിങ്കി മാലി എന്ന് പറയുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, പിന്നെ വിമാനം പൈലറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ സുമീത് കപൂറാണ്, ഫസ്റ്റ് ഓഫീസർ ശാംഭവി പഥക്, അതായത് 2 വനിതാ ഓഫീസർമാരുണ്ടായിരുന്നു, ഒരു സഹ പൈലറ്റ് ശാംഭവി പഥക്, പിങ്കി മാലി എന്ന് പറയുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. ഇവരുൾപ്പെടെ 5 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, വിമാനം പൂർണ്ണമായും കത്തിപ്പോയി. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടെയിൽ നമ്പർ UTSSK സീരിയൽ നമ്പർ 45417 നമ്പറിലുള്ള വിമാനത്തിന് 16 വർഷത്തെ പഴക്കമുണ്ട്. ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡൽഹിയിലുള്ള
ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള VSK എന്ന് പറയുന്ന VSR എന്ന് പറയുന്ന കമ്പനിയുടെ വിമാനമാണ്. ഇവർക്ക് 17 വിമാനങ്ങളുണ്ട്, 60 പൈലറ്റുമാരും ഒക്കെയുള്ള ഒരു കമ്പനിയാണിത്. ആ കമ്പനിയുടെ വിമാനം അവർ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഈ VIP-കളും കോർപ്പറേറ്റുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സ്വകാര്യ വിമാനങ്ങൾ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു. ഈ 10-16 വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100% സുരക്ഷിതമായ വിമാനങ്ങളാണ് ഞങ്ങളുടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇത് പറയുമ്പോഴും ഒരു അപകടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2023 ഇവരുടെ ഒരു വിമാനം ക്രാഷ് ആയിട്ടുണ്ട്. വിശാഖപട്ടണത്ത് വെച്ചാണ്. വിശാഖപട്ടണം എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് സെപ്റ്റംബർ 14 വിമാനം നെടുക പിളർന്നു പോയി. 8 യാത്രക്കാരുണ്ടായിരുന്നു. അവർക്ക് പൊള്ളലൊക്കെ ഏറ്റു, സാരമായ പരിക്കുകൾ പറ്റിയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ VSR കമ്പനി ഡൽഹിയിലും മുംബൈയിലും ഹൈദരാബാദിലും ഭോപ്പാലിലും ഒക്കെ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട സ്വകാര്യ വിമാന കമ്പനി, അതായത് വലിയ വമ്പന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്കും വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ സ്വകാര്യമായി പറക്കാൻ വിമാനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഈ കമ്പനിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ ദുരന്തമാണിത്. നേരത്തെ ഉണ്ടായ ദുരന്തത്തിൽ മരണമുണ്ടായിട്ടില്ല, വിമാനം തകർന്നു പോയെങ്കിലും. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അതിനിപ്പോൾ മനസ്സിലാവുന്നത് വിസിബിലിറ്റിയുടെ കുഴപ്പം കൊണ്ട് തന്നെ അപകടം പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ATC അല്ല അവിടെ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ റെഡ് ബേർഡ്, കാർവർ ഏവിയേഷൻ എന്ന് പറയുന്ന 2 സ്വകാര്യ ഫ്ലൈയിങ് സ്കൂളുകളാണ് ബാരാമതി എയർപോർട്ടിലെ, പൂനെ ജില്ലയിലാണ് ബാരാമതി എയർപോർട്ടിലെ ഈ ATC എയർ ട്രാഫിക് കൺട്രോൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത് നിരന്തരം വിമാനങ്ങൾ വന്നിറങ്ങുന്ന വിമാനത്താവളമൊന്നുമല്ല. നമ്മൾ പറഞ്ഞ യാത്രാ വിമാനങ്ങളൊന്നും പോകുന്നത്, ഇതുപോലുള്ള സ്പെഷ്യൽ ഫ്ലൈറ്റുകളൊക്കെ വന്നിറങ്ങുന്ന ഒരു വിമാനത്താവളമാണ് ബാരാമതിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇത് വന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് ഈ കാർവർ ഏവിയേഷൻ്റെ ATC ആയിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന പോലെ ഒരു തെറ്റായ ഒരു നിഗമനം അവർ പറയുന്നുണ്ട്. പ്രമേഷ് പരേഖ് പറഞ്ഞത് ഞാൻ പറഞ്ഞു, അതായത് വിമാനത്തെ ഞങ്ങൾ കണ്ടില്ല, ATC കണ്ടില്ല, പക്ഷേ തകരുന്ന ശബ്ദം കേട്ടു, വിസിബിലിറ്റിയുടെ കുറവുണ്ട്. ഏതാണ്ട് 11 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ വിമാനവും ATCയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയി എന്നൊരു വാർത്ത സ്ഥിരീകരിക്കാത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും എന്തോ വളരെ പെട്ടെന്ന് വിമാനം ATCയിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി. അതിന് കാരണം എന്താണെന്നുള്ള ഇനിയുള്ള അന്വേഷണത്തിൽ വരണം. ഇനി മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ വിമാനം 3 ഡിഗ്രിയിൽ ചെരിഞ്ഞാണ് ഇറങ്ങിയത്. അത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 800 അടി മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കൃത്യമായി വിമാനം ഇറങ്ങാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഒരു ഗോ എറൗണ്ട് പോയിരുന്നു. അതായത് വിമാനം എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിമാനം ഇറങ്ങാതെ ആകാശത്ത് വീണ്ടും ചുറ്റിക്കറങ്ങുന്നതാണ് ഗോ എറൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗോ എറൗണ്ടിനുള്ള നിർദ്ദേശം ATCയിൽ ഇത് കൊടുത്തിട്ടാണോ എന്നറിയില്ല. അതൊക്കെ വരാനിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എപ്പോൾ ഇറങ്ങണ്ട, ലാൻഡ് ചെയ്യേണ്ട, ഒന്ന് കറങ്ങി വരൂ എന്ന് ATC പറഞ്ഞിരുന്നോ? എങ്കിൽ എന്താണ് കാരണം? അത് സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ സ്വകാര്യ ഏജൻസിയാണ് ATCയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ഒരു സംശയത്തിന് ഇട നൽകുന്നതാണ്. അവർ തെറ്റായ നിർദ്ദേശം നൽകുകയോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ലാൻഡ് ചെയ്യാൻ അനുവദിച്ചോ, അതോ ഇനി അവർ ലാൻഡിങ്ങിന് അനുവാദം കൊടുക്കാതിരുന്നിട്ടും പൈലറ്റ് നിർബന്ധപൂർവ്വം വിമാനം ഇറക്കിയതാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ പറന്ന വിമാനം ഏതായാലും രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കൊന്നു, അല്ലേ? അപകടം സംഭവിച്ചു, അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ വിമാനത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഒരു കനേഡിയൻ കമ്പനി നിർമ്മിച്ച വിമാനമാണ്. ലിയർജെറ്റ് 45 എന്ന് പറയുന്നത് കനഡയിലെ ബൊംബാർഡിയർ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു വിമാന കമ്പനി. പണ്ട് ട്രെയിനൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. പിന്നീട് അവർ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിലേക്ക് മാറ്റി. സ്വകാര്യ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബൊംബാർഡിയർ 3 തരത്തിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഗ്ലോബൽ 7500 എന്ന് പറയുന്ന അതിവേഗം. ഈ ലിയർജെറ്റ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ പ്രത്യേകത എന്താ? ചെറിയ വിമാനങ്ങളാണ്, അതിവേഗത്തിൽ പോകാൻ പറ്റും. ജെറ്റ് വിമാനമാണ്. വേഗത, അതിവേഗത്തിൽ സുരക്ഷിതമായി ആളുകളെ എത്തിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഈ ഗ്ലോബൽ സീരീസ് പെടുന്ന ഗ്ലോബൽ 7500 എന്ന് പറയുന്ന ഗ്ലോബൽ 7500 എന്ന് പറയുന്ന വിമാനം രാജ്യാന്തര ഇൻ്റർനാഷണൽ പറക്കലിനൊക്കെ പോകുന്ന വിമാനമാണ്. അവിടെ രണ്ടാമത്തെ കാറ്റഗറി ഇടത്തരം ദൂരം പോകാനുള്ള വിമാനങ്ങളിൽ ചാലഞ്ചർ എന്ന് പറയുന്നൊരു വിമാനമുണ്ട്. ആ 3rd കാറ്റഗറിയിൽ പെടുന്നതാണ് ലിയർജെറ്റ്. ഈ ലിയർജെറ്റിൻ്റെ അതിൻ്റെ സ്മൂത്ത് ഫ്ലെക്സ് വിങ് ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉള്ളതുകൊണ്ട് വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും പൊങ്ങാനും പറ്റും. ഈ സ്മൂത്ത് ഫ്ലെക്സ് വിങ്സ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചത് വളരെ സുരക്ഷിതമായി പറന്നിറങ്ങാനും പറന്നു പൊങ്ങാനും കഴിയും ഈ വിമാനങ്ങൾക്കെന്നാണ് ബൊംബാർഡിയർ അവകാശപ്പെടുന്നത്. അപ്പോൾ അവരുടെ വ്യോമയാന ചരിത്രം എടുത്താൽ ബൊംബാർഡിയറിൻ്റെ വിമാനങ്ങൾ അങ്ങനെ തകർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ കമ്പനികളുടെ
കോർപ്പറേറ്റ് മേധാവികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും വമ്പൻ ബിസിനസ്സുകാർക്കുമൊക്കെ ബൊംബാർഡിയറിൻ്റെ വിമാനങ്ങളിൽ പറക്കാൻ വലിയ ഇഷ്ടവും താല്പര്യമുള്ളത്. കാരണം സേഫ്റ്റി വളരെ പ്രധാനമാണ്. അത്തരം അതിസുരക്ഷയുള്ള ഒരു വിമാനം എങ്ങനെ തകർന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം. അപ്പോൾ ബൊംബാർഡിയർ എന്തായാലും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കൊന്നിരിക്കുന്നു എന്ന് പറയാം. കാരണം ആകസ്മികമാണോ ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടത്തി. ഏതായാലും അവിടെ ചെറിയ റൺവേ ഒന്നുമല്ല. റൺവേയിൽ ഇറങ്ങിയാൽ 1770 മീറ്റർ, അതായത് 1.25 കിലോമീറ്റർ നീളമുള്ള റൺവേ ബരാമതിയിലുണ്ട്. പക്ഷേ ആ വിമാനം റൺവേയിലാണോ ഇറങ്ങിയത്, റൺവേയിൽ നിന്ന് തെന്നി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. റൺവേയിൽ ഇറങ്ങിയില്ല, ഒരു തുറസായ സ്ഥലത്താണ് വീണതെന്നും പറയുന്നു. വിഷ്വൽസ് കാണുമ്പോഴും റൺവേയിലല്ല വിമാനം വീഴുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു, തീ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ബൊംബാർഡിയർ എന്ന് പറയുന്ന ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു വിമാനം എങ്ങനെ തകർന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും തൽക്കാലം ബൊംബാർഡിയർ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ഗുഡ്വില്ലിനെ ബാധിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അകാലത്തിൽ നഷ്ടപ്പെടുന്നതിന് കാരണമുണ്ടാക്കിയ കമ്പനിയായിട്ട് ഇപ്പോൾ കാനഡയിലെ ബൊംബാർഡിയർ കമ്പനി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാര്യം. ഇനിയിപ്പം NCP എന്നുള്ള പാർട്ടിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ശരത് പവാറിൻ്റെ കൂടെയുള്ള 41 MLA-മാർ കൂടിയാണ്. അദ്ദേഹം നഷ്ടപ്പെടുമ്പോൾ, ഇല്ലാതാവുമ്പോൾ ഒരു വാക്വം ഉണ്ടാകുന്നുണ്ട്. ഈ വാക്വം ഉണ്ടാകുമ്പോൾ ഈ MLA-മാർ എങ്ങോട്ട് പോകും? ഇനി ശരത് പവാറിൻ്റെ പാർട്ടിയിലേക്ക് തിരിച്ചു പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതല്ല, ഇനി BJPയുടെ ഒപ്പം തന്നെ നിൽക്കുമോ? ആരായിരിക്കും ഇനി NCP ഒറിജിനൽ വിഭാഗം? അജിത് പവാറിൻ്റെയാണ്. അജിത് പവാറിൻ്റെ പാർട്ടിയെ ഇനി ആര് നയിക്കും എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ സുപ്രിയ സൂലെ ആണെങ്കിൽ ഈ പവാറിൻ്റെ മകള് ഈ അജിത് പവാറിനെ ദാദാ എന്നാണ് വിളിക്കുന്നത്. ദാദാ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധം ഒക്കെ എങ്ങനെയാണ് ഇനി സ്വാധീനിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയണം. പിന്നെ ഈ അജിത് പവാറിൻ്റെ അനന്തരവൻ രോഹിത് പവാർ കർജത്ത് ജാഖഡ് സ്ഥലത്തെ NCP MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനേത്ര പവാർ രാജ്യസഭാംഗമാണ്. അപ്പോൾ ഇവർ രാഷ്ട്രീയ ബന്ധുക്കൾ. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ രാഷ്ട്രീയത്തിലുണ്ട്. ഇനിയിപ്പോൾ രോഹിത് പവാർ ആയിരിക്കുമോ NCPയെ നയിക്കുക? അതല്ല, ഇനി 2 NCPകളും ഒന്നിച്ചു ചേരുമോ? ഒന്നിച്ചു ചേർന്നാൽ ഏത് മുന്നണിയിൽ നിൽക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഭരണപക്ഷ MLA-മാർ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം 41 MLA-മാർ ഭരണപക്ഷ MLA-മാരാണ്. അവരിലൊരാൾ മുഖ്യമന്ത്രിയായിട്ട് വരും, മന്ത്രിമാരും ഉണ്ട്. അതുകൊണ്ട് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നൊരു പാർട്ടി ഭരണമില്ലാത്തൊരു തരത്തിലേക്ക് പോകുമോ എന്നാൽ കണ്ടറിയണം. മാത്രമല്ല, അതിനുശേഷമുള്ള മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് BJP ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഒരുപക്ഷെ ഇതിൽ കുറേ ആളുകളൊക്കെ BJPയിലേക്ക് വരുമോ എന്നും അറിയില്ല, അല്ലെങ്കിൽ ശിവസേനയായിട്ട് മാറുമോ, അതല്ല NCP ആയിട്ട് തന്നെ അവർ തുടരുമോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ നിരീക്ഷിക്കുന്നത് NCP ആയിട്ട് തന്നെ നിലവിലുള്ള MLA-മാർ തുടരും. കാരണം BJPയുടെ ഭാഗമാകുമ്പോൾ ഒരു വലിയ സമുദ്രത്തിൽ വന്നു ചേരുന്നൊരു നദിയാണ്. പക്ഷേ ഇവർക്ക് ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ വേരുകളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ NCP ഒറ്റയ്ക്ക് ഒരു നദിയായി തന്നെ തുടരുന്നതായിരിക്കും അവർക്ക് രാഷ്ട്രീയമായ വിലപേശലിനും ഒക്കെ നല്ലത് എന്നവർക്കറിയേക്കാം. ഒരുപക്ഷെ എന്തായാലും മഹായുതി സർക്കാരിനെ ബാധിക്കാനുള്ള സാധ്യതയില്ല. MLA-മാർ ഭരണപക്ഷത്ത് തന്നെ തുടരുമെന്നാണ് നമുക്കിപ്പോൾ പറയാവുന്നുള്ളത്. ഇനി അതല്ല, അജിത് പവാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരികയോ അതിനകത്ത് സംശയകരമായ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ സ്ഥിതിഗതികൾ മാറിയേക്കാം. ഏതായാലും ബൊംബാർഡിയർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കണക്കാക്കപ്പെടുന്ന ഒരു വിമാനം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ, മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയുടെ ജീവൻ എടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ബാക്കി വിവരങ്ങൾ അന്വേഷണം നടക്കട്ടെ, പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരട്ടെ, അപ്പോഴേക്കും നമുക്ക് പറയാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിനൊപ്പം ഉള്ള നിങ്ങളുടെ യാത്ര തുടരണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലോഗോ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈലിലേക്ക് പോകാം. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി വിരലമർത്തിയാൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഞങ്ങളെ സഹായിക്കണം.